ശ്രീമതി KP ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, മുഖ്യമന്ത്രിയുടെ വകുപ്പിലാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുള്ളത്. പരസ്യമായി മതനിന്ദ നടത്തുകയാണ്, പരസ്യമായി ഇതര മതദൈവങ്ങളെ അവഹേളിക്കുകയാണ്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും. എങ്ങനെ കാണുന്നു? ഇസ്ലാം മതം ശരിക്ക് പഠിച്ച് അതിലെ പുള്ളികല്ലികൾ എന്താണ് എന്നൊക്കെ അറിഞ്ഞ് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്ന പലരും പലപ്പോഴും പറയാറുണ്ട്, അവരുടെ മതഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഏത് പദവിയിലിരുന്നോട്ടെ മറ്റൊരു മതത്തെ അംഗീകരിക്കാനോ സ്നേഹത്തോടെ കാണാനോ സൗഹാർദ്ദത്തോടെ പെരുമാറാനോ സാധിക്കില്ല എന്ന് അത്തരം ആളുകൾ വ്യക്തിപരമായി നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഉദ്ബോധനങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പൊ എന്റെ സുഹൃത്തുക്കളിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളാണ്. അപ്പൊ അവരൊന്നും അത്തരത്തിൽ നമ്മളോട് പെരുമാറാത്തത് കൊണ്ട് ഈ പറഞ്ഞതിൽ മുഴുവൻ വാസ്തവം ഉണ്ട് എന്നൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആ ഗ്രന്ഥം കൃത്യമായി പഠിച്ച ചിലർക്കാണ് ഇങ്ങനെയുള്ള ഒരു അപകടം പറ്റണത് എന്നുള്ളത്. കാരണം കൃത്യമായി പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ അവരൊരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. വിദ്യാഭ്യാസം ഉണ്ടാക്കേണ്ടത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പൊതുവായ ഒരു കാഴ്ചപ്പാടാണെന്നാണ്, മതത്തിനതീതമായ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. ഞങ്ങളൊക്കെ മതത്തിനതീതമായ, കാരണം എല്ലാവർക്കും തുല്യ ആനുകൂല്യവും അവസരം കിട്ടണം എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ മതവിശ്വാസങ്ങളുടെ കാര്യത്തിൽ പറയുന്നില്ല. അപ്പൊ ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും എല്ലാം കിട്ടിയിട്ടും അവർക്ക് അവരുടെ ആ മതത്തിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പൊ അവര് ഇരിക്കുന്ന പദവിയിൽ നിന്ന് അവരെ നീക്കം ചെയ്യുകയും അവർക്ക് മാന്യമായ ശിക്ഷ കൊടുക്കുകയൊക്കെ ആവശ്യമാണ്. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഇവരിൽ എങ്ങനെയാണ് ഉണ്ടാവണത് എന്നുള്ളതാണ്. നമുക്കിപ്പോ ഒരു രോഗി ഇപ്പൊ മസ്തിഷ്കജ്വരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രോഗിയെ രക്ഷപ്പെടുത്തൽ മാത്രമല്ലല്ലോ നമ്മുടെ കടമ. ആ ജ്വരം ഇനി കൂടുതൽ ആളുകൾക്ക് പകരാതിരിക്കാൻ എന്താ വേണ്ടത്? അപ്പോൾ അവിടെ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെങ്കിൽ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യണം. അതുപോലെ ഇത് ഏത് ജലാശയത്തു നിന്നാണ് ഈ അണുക്കൾ തലച്ചോറിൽ കയറി കൂടുന്നത്? ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം തലച്ചോറിലേക്ക് ഈ അണുക്കൾ കയറി കൂടുന്ന ജലാശയം ഏതാണെങ്കിൽ അവിടെ ഒന്ന് ക്ലോറിനേറ്റ് ചെയ്യാൻ, അവിടെ ഒന്ന് ശുദ്ധീകരിക്കാൻ അതിനും കൂടി ഭരണകൂടവും ഒരുപക്ഷെ സമൂഹവും തയ്യാറാവണം എന്നാണ് ഇത് കാണിക്കുന്നത്. ഏതായാലും ഇത് വളരെ നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് വകുപ്പ് തല നടപടി, അവർക്ക് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇതര മതസ്ഥർക്ക് ആശംസകൾ നേരരുത് എന്നുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിലുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ട് വകുപ്പ് തല നടപടി. പക്ഷെ അങ്ങനെ വകുപ്പ് തല നടപടിയോ ഏത് തരത്തിലുള്ള നടപടിയോ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ടീച്ചർ? പൗരന്മാരുടെ കടമയല്ലേ. പൗരന്മാരുടെ ഒരു ആവശ്യങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അവര് ശക്തമായി, ഇപ്പൊ നമുക്കറിയാം ഇവിടെ സാംസ്കാരിക നായകന്മാരും ഉണ്ടില്ല, കോൺഗ്രസും ഉണ്ടോ? കാരണം മുസ്ലിം ലീഗിന്റെ തോളത്ത് കയറിയിരിക്കുന്ന കോൺഗ്രസും ഉണ്ടോ? അപ്പൊ ഇതിലൊന്നും പെടാത്ത സാധാരണക്കാരന്റെ തോളിൽ ഈ ഭാരം വളരെ കൂടുതൽ വന്നിരിക്കുകയാണ്. അവരത് ഏറ്റെടുക്കുകയേ മതിയാവുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട, CPM-ന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം അവരൊക്കെ വോട്ട് മാത്രം നോക്കി നടക്കുകയാണ്. അപ്പൊ അതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർ അവർ ഈ ഉത്തരവാദിത്വം ധൈര്യമായി ഏറ്റെടുക്കണം, ശക്തമായി തന്നെ ഉന്നയിക്കണം. വകുപ്പ് തല നടപടി എടുക്കുന്നത് വരെ തന്നെ പ്രക്ഷോഭം ഉണ്ടാക്കണം. ജീവനക്കാർക്കിടയിൽ നിന്നും വേണം. കാരണം മൊത്തം സംസ്ഥാന ജീവനക്കാർക്ക് അപമാനമല്ലേ ഇത്? ഇത്തരം ഒരാള് സർക്കാരിന്റെ പ്രതിനിധിയായി നിൽക്കുന്നു എന്ന്. സർക്കാരിന്റെ പ്രതിനിധിയാണല്ലോ അവര്. ശരിക്കും പറഞ്ഞാൽ അവരും എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലേ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അപ്പൊ അത്തരം ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നെറികെട്ട നടപടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് നടപടി എടുക്കുന്നത് വരെ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരണം. ഇതിലെ അഭിപ്രായം പറയാൻ എത്ര പേര് മുന്നോട്ട് വരും എന്നാണ് നമുക്ക് എത്ര മാധ്യമങ്ങൾ ഈ വിഷയം എടുക്കും? ജനം TV ഒഴിച്ച് എത്ര മാധ്യമങ്ങൾ ഇതൊരു വിഷയമായി എടുക്കും? ഇത് നേരെ മറിച്ച് ഇപ്പോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മനുസ്മൃതികളെ പറ്റിയിട്ട് ചർച്ച നടത്തുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് ഈ യാഥാർത്ഥ്യം ഇവിടെ കിടക്കുമ്പോൾ ഇത് മാധ്യമങ്ങൾ എടുക്കില്ല, സാംസ്കാരിക നായകന്മാരെടുക്കില്ല. പക്ഷെ എന്ന് വിചാരിച്ച് നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കില്ല. ശക്തമായി തന്നെ ജനം TV ഉയർത്തിവിട്ട് ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിലെ എല്ലാ വിഭാഗം ആളുകളും അഭിപ്രായം പറയുകയും ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവുകയും അവരെ മാതൃകാപരമായി തന്നെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ്. വളരെയധികം നന്ദി ടീച്ചർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും